are going to Little India and പിന്നെ പറയാം that is surprise. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി നേരെ MRT സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നേരെ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലേക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലെത്തി. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ചായ കുടിക്കാനാണ്. സ്റ്റാർ കഫേയിൽ ചായ ആൻഡ് ഒരു പഫ്സ് തിന്നാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഗൈസ്, ഇവിടെ കുറേ ജ്വല്ലറീസ് ഉണ്ട്. ജോയ് ആലുക്കാസ്, മലബാർ ഗോൾഡ്. ഇതൊരു അമ്പലമാണ് കേട്ടോ. ഗൈസ്, നമ്മൾ സ്റ്റാർ കഫേയിൽ പോയപ്പോൾ ആടെ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് നമ്മൾ സ്പോട്ട് മാറ്റി ഇപ്പോൾ പോകുന്നത് വേറൊരു സ്ഥലത്തും കൂടിയുണ്ട് പഫ്സും ചായയൊക്കെ കിട്ടുന്നത്. ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം സ്റ്റാർ കഫേയിൽ പോയപ്പോൾ അവിടെ ശ്രീൻ്റെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ബാച്ച്മേറ്റ്സിനെ. അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നോക്കിയപ്പോൾ അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെറുതെ ഇരുന്ന് സമയം കളയണ്ട, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന്. കാരണം നമുക്കിന്ന് മുസ്തഫയിൽ പോകാനുണ്ട്. അതുപോലെ തന്നെ MBS ഫയർവർക്സ് നടക്കുന്നുണ്ട്, നാഷണൽ ഡേ ആയതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 2 സ്ഥലത്തേക്ക് പോകാനുണ്ട്. പിന്നെ അവിടെ നാഷണൽ ഡേൻ്റെ ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും, റോഡൊക്കെ ബ്ലോക്കാണ്. പോരാത്തതിന് സാറ്റർഡേ ആണെന്ന്, അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരിക്കും. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് എല്ലായിടത്തും പൊതുവേ ഭയങ്കര ബ്ലോക്കാണ്. ഗൈസ്, നമ്മളിപ്പം മുസ്തഫയിൽ പോകുന്നില്ല. അതിന് പകരം ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ ഓഗസ്റ്റ് നാഷണൽ ഡേ വരുന്നുണ്ട് എന്ന്. അപ്പം ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ MBSയിൽ പോകുന്നുണ്ട്. ഞാൻ MBS കാണിച്ചു തരാം. അതാണ് ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. കാരണം പോയില്ലേന്ന് അറിയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ പോയി തിരിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഫുൾ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കണ്ടോ, നാഷണൽ ഡേന്റെ ഇതായിട്ട് പോകുന്ന പരേഡിന് നോക്ക്. പക്ഷി പോലെ ഉണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ബസ് കയറി നേരെ പോകുന്നത് മറീന ബെസൻസിലോട്ടാണ്. അവിടെയാണ് ഇന്ന് ഫയർ വർക്ക്സ് നടക്കുന്നുള്ളത്. 7:30, 7:30, 7:45 ആൻഡ് 8:15. ഈ 3 ടൈമിലാണ് നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റുക. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും അവിടെ എത്തണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും കാണാൻ പറ്റൂല. ആ ഒരു തിരക്കിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ബസ്സിലൊക്കെ ഭയങ്കര ബ്ലോക്കായതുകൊണ്ട് നമ്മൾ വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നിട്ടാണ് നമ്മൾ പോയത്. ഓഗസ്റ്റ് 9-നാണ് ഇവിടെ നാഷണൽ ഡേ. അന്ന് നമുക്ക് ഈ ഭാഗത്ത് ഇപ്പം തന്നെ ഇന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എല്ലായിടത്തും പിന്നെ റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ട് ചില റോഡ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. പൊതുവേ MBS, അതായത് മറീന ബെസൻസിൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് ബസ്സിൽ തന്നെ പോകാൻ പറ്റും. ഇപ്പം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. നമ്മളിപ്പോൾ ബുഗി സ്ട്രീറ്റിലൂടെയാണ് വന്നത് കേട്ടോ. അപ്പം ആ ബുഗി സ്ട്രീറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഇനിയിപ്പം ഇവിടെ ഇറങ്ങിയിട്ടാണ് ഇനി MBSലോട്ട് നടക്കാൻ പോകുന്നത്. എന്തായാലും ക്രൗഡ് ഉണ്ടാവും. പിന്നെ ഫയർ വർക്ക്സ് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് ഇവിടെ ബസ് ഇറങ്ങിയിട്ട്. ഈ ഒരു കളർഫുൾ ബിൽഡിംഗ് കാണാൻ നല്ലില്ലേ. ഇവിടെ അങ്ങനെ ഒരുപാട് നല്ല MBS ആണ് ഇത്. ഇത് നിങ്ങൾ കാണുക. ഇതിപ്പോൾ നാഷണൽ ഡേക്ക് മുന്നേ ആയിട്ട് അവർ പരേഡ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കി ഇവരെല്ലാം റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ് കേട്ടോ. ഇനിയാണ് ഒരു യമണ്ടൻ സാധനം വരുന്നത് ഇതിൻ്റെ ബാക്കിൽ. ഒരു പ്രാവശ്യം മലേഷ്യ പോയപ്പാടും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് ഇത് GTA വൈസ് സിറ്റിയിലാണ് കേട്ടോ. അതാ മറ്റേ GTA വൈസ് സിറ്റിയിലുള്ള സാധനം. ഇവിടെ നമുക്ക് ഏത് സൈഡ് തിരിഞ്ഞാലും ബ്യൂട്ടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. പരേഡ് നടക്കുന്നുണ്ട്. അപ്പം അതിനുള്ള ആൾക്കാരൊക്കെയാണ് ഇത്. പിന്നെ ഞാൻ സിംഗപ്പൂർ പാർലമെൻറ്റ് കാണിച്ചു തരാം. ഇതാണ് സിംഗപ്പൂർ പാർലമെൻറ്റ്. ഞാൻ ഫസ്റ്റ് ടൈം സിംഗപ്പൂർ വന്നപ്പാട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഞാൻ സിംഗപ്പൂർ ജോബ് കിട്ടി വരുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ നിന്ന് സിംഗപ്പൂർ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് സിംഗപ്പൂർ ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അതായത് നമുക്ക് ആദ്യമായിട്ട് സിംഗപ്പൂർ വരുന്നവർക്ക് ജസ്റ്റ് ഒരു ടൂർ പോലെ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പാർലമെൻറ്റ്, MBS, മെർലിയോൺ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ ഇവൻ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദിവസം വേറെ തന്നെ ഒരു ബസ്സാക്കിയിട്ട് അതായത് ആ ഇയർ വന്ന് ആ 2 monthsൻ്റെ ഉള്ളിൽ ന്യൂ ജോയിനീസിനെ കൊണ്ടെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഇവിടെ നിന്നും ഫയർ വർക്ക്സ് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ നമുക്ക് ഉറപ്പില്ലായിരുന്നു ഇവിടെ നിന്ന് കാണാൻ പറ്റും. നോക്ക്, ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരുന്നിട്ടുള്ളത് ഫയർ വർക്ക്സും ഈ പരേഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരൊക്കെ താഴെ ഇങ്ങനെ ഇരുന്ന് ഓൾറെഡി സെറ്റായിട്ടുണ്ടായിരുന്നു. നോക്ക്, ഇതൊക്കെ ഇവിടുത്തെ ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ 1, 2, 3 അങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വണ്ടി ഇതുപോലെ തന്നെ കുറേ വണ്ടികളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ അധിക സമയം നിന്നാൽ നമുക്ക് ടൈം ആകുന്ന സമയത്ത് അടുത്തേക്ക് എത്തില്ല. കാരണം അത്ര തിരക്കുണ്ടായിരുന്നു. കാല് പോലും വെക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം നടന്നാൽ മാത്രമേ നമുക്ക് MBSൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിന്നാൽ മാത്രമേ നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റുള്ളൂ. MBSൻ്റെ സൈഡിൽ നിന്നാൽ നമുക്ക് ഫയർ വർക്ക്സ് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ആടം വരെ നടന്നെത്തണം. ഇവിടുത്തെ റഷ് കണ്ടിട്ട് നമുക്ക് അവിടത്തേക്ക് നടന്നിട്ടെത്താൻ വേണ്ടിയിട്ട് നല്ല പണിയുണ്ട്. റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചില ക്രോസിങ് മാത്രമേ അവരിപ്പം അലൗ ചെയ്യുന്നുള്ളൂ, ചില ക്രോസിങ് അലൗ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വഴിയിലൂടെയാണ് പോയിക്കൊണ്ടുണ്ടായത്. അത് നല്ല തിരക്കുള്ള വഴിയായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെ ഫുൾ പോലീസും മറ്റു കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. ഇവിടെ നിന്നാലും കാണും കേട്ടോ. പക്ഷെ നമുക്ക് വലിയ ഉറപ്പില്ല. നമുക്ക് MBSൻ്റെ മുമ്പിൽ നിന്ന് കാണുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി. അങ്ങനെ നമ്മളിതാ ഈ വഴിയിലൂടെ പോയിട്ട് ലാസ്റ്റ് നമ്മളിവിടെ എത്തി. നമ്മളെത്തുന്നതിന് മുന്നേ ഒരു ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാമ്പിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓടിയിട സീറ്റ് ഇങ്ങനെ എവിടെയും സ്ഥലമില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരുണ്ടായിരുന്നു, റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഫയർ വർക്ക്സിൻ്റെ ടൈമായി. അങ്ങനെ അത് സംഭവിച്ചു ഗൈസ്. ഞങ്ങളതിൽ കണ്ടു. നമ്മൾ ഇന്ന് വന്നു. കാരണം ഇനി അടുത്ത പ്രാവശ്യം, അതായത് August 9th ആണല്ലോ നാഷണൽ ഡേ. അന്ന് ഇങ്ങോട്ട് വരുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം ഇന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ റോഡ് ബ്ലോക്കായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ കണ്ടതേ ഉള്ളൂ. കാരണം നെക്സ്റ്റ് വീക്ക് എന്തായാലും ഭയങ്കര തിരക്കും പിന്നെ അതനുസരിച്ചിട്ടുള്ള ഇന്നിപ്പം ഉണ്ടായതിനേക്കാളും കൂടുതൽ ക്രൗഡായിരിക്കും. അപ്പോൾ അന്ന് വരുന്നതൊന്നും നടക്കൂല. അങ്ങനെ ഞങ്ങളിന്ന് എന്താക്കിയെന്ന് വെച്ചാൽ 7:30 നമ്മൾ ഓടിയെത്തുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ 7:45 8:50 നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റി. അതെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോയത്. ഗൈസ്, വീഡിയോയിൽ എത്ര ഭംഗിയുണ്ട് കാണാനെന്ന് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. പക്ഷേ ഇതിനെക്കാട്ടിലും ഭംഗി നമ്മൾ നേരിട്ട് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നതായിരുന്നു. പറയാൻ പറ്റുന്നില്ല, അത്ര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഓടിയ എഫേർട്ടൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു.
പൊതുവേ തന്നെ മറീന ബേ സാൻഡ്സ് ഇവിടെ വന്ന് കാണാനും ഇതിങ്ങനെ കാണാൻ ഭയങ്കര രസം. നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും കേട്ടോ ഈ ഒരു സ്ട്രക്ചറിൽ. ആ കാണുന്ന മറീന ബേ അത് ശരിക്കും ഒരു ഷിപ്പ്, ഒരു കപ്പലിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹോട്ടലാണത്. പിന്നെ അവിടെ ആ താഴെയിൽ 3 എന്താ പറയുക പില്ലർ പോലത്തെ കാര്യങ്ങളിൽ റൂംസാണ്, എല്ലാവരും താമസിക്കുന്നതാണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ മേലെ ഹോട്ടലും കാര്യങ്ങളും, നമുക്ക് മേലെ കയറാൻ പറ്റും. നമുക്ക് മേലെ കയറിയിട്ട് അവിടുന്ന് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഒരു എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഞാൻ പോയിട്ടില്ല അതിൻ്റെ മേലേക്ക്. അപ്പം താഴെയെന്ന് വെച്ചാൽ ഫുൾ റൂംസും കാര്യങ്ങളും എല്ലാം ആണ് താഴെ. പിന്നെ അത് നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ വേറെ നമുക്ക് ഭയങ്കര ഭംഗി തോന്നിയ ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് എപ്പോൾ വന്നാലും ആദ്യമായിട്ട് വന്ന ഒരു ഫീലാണ് ഇവിടെ. എത്ര കണ്ടാലും ഫസ്റ്റ് ടൈം കാണുന്ന പോലത്തെ ആ ഒരു ഫീലാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണുന്നത്. പോരാത്തതിന് ഇപ്പോൾ ഇങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസം. അത് ഭയങ്കര അതിൻ്റെ ബ്യൂട്ടി കൂടുതലും കൂടിയ പോലെയാണത്. ഈ മറീന ബേ സാൻഡ്സ് എന്ന് പറയുന്നത് നമ്മളെ സിംഗപ്പൂരിൻ്റെ ലക്ഷറീസ് 5 സ്റ്റാർ ഹോട്ടലാണ്. അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ മീൻസ് ഈ ഒരു MBS എന്നാണ് ഇതിനെ നമ്മൾ ഷോർട്ടായി പറയുക. ഈ MBSൽ 1800+ ഹോട്ടൽ റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു നൈറ്റ് ക്ലബ് ഒക്കെ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഫ്ലോട്ട് ആ വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടറിലാണ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റത്തെ ആപ്പിൾ സ്റ്റോർ ഉള്ളത് ഇവിടെ, ആ ഫ്ലോട്ടിംഗ് ആപ്പിൾ സ്റ്റോർ ഉള്ളതും അതുപോലെ തന്നെ ലൂയി വിറ്റൻ്റെ പിന്നെ ഒരു ഷോറൂം കൂടി ഇതിൻ്റെ ഉള്ളിൽ അണ്ടർഗ്രൗണ്ടിൽ പോയി കയറേണ്ട ഒരു സംഭവം കൂടി ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാട്ടർ ഷോസൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ മീൻസ് വാട്ടർ ഷോ അല്ല, വാട്ടർ ലൈറ്റ്. അത് പൊതുവേ എല്ലാ 8 മണി 9:30 അങ്ങനെ എന്തോ ഉണ്ട് ലൈറ്റ് ഷോ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് അഡൾട്ടിനാണെങ്കിൽ $35 അങ്ങനെ എന്തോ ആണ്, 35-30 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു ഇരിപ്പ് എന്ന് വെച്ചാൽ. പിന്നെ ഈ മറീന ബേ സാൻഡ്സ് 2010 സിംഗപ്പൂരിൽ ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 15 years ആയിട്ട് ഇത് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ സിംഗപ്പൂരിൽ അടിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ലാൻഡ്മാർക്കായിട്ട് വരുന്നത് നമുക്ക് ഈ മറീന ബേ സാൻഡ്സിൻ്റെ ഈ ഒരു ബിൽഡിംഗ് ആണ്. അത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും എപ്പോഴും നമുക്ക് ആദ്യം ഇതായിരിക്കും നമുക്ക് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മെർലിയോൺ, അടുത്ത ഒരു സിംഹത്തിൻ്റെ ഒരു തല പോലത്തതും അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്, അതാണ് മെർലിയോൺ. അതൊക്കെയാണ് നമുക്ക് ആദ്യം പിന്നെ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ സ്ട്രക്ചർ തന്നെ വേറെ തന്നെ ഒരു ഭംഗിയുള്ള രീതിക്കാണ്. ഫൈനലായിട്ട് 8:15 ഫയർവർക്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാൻ നേരത്താണ് ഇവർ വീണ്ടും ഇട്ട് പൊട്ടിക്കുന്നത്. പിന്നെ നമ്മൾ വീണ്ടും അവിടെ തന്നെ നിന്നു. അപ്പോഴത്തേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് നടന്നിട്ട്, നമ്മൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഞങ്ങൾക്ക് മുസ്തഫയിൽ പോകാനുണ്ടെന്ന്, അങ്ങനെ നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇപ്പം എല്ലാം ഇറങ്ങിയാൽ മാത്രമേ അടുത്തേക്ക് എത്തുള്ളൂ. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇത് ജസ്റ്റ് സാമ്പിൾ ആയിരുന്നു എന്ന്, ശരിക്കും ഉള്ളത് August 9th. അതിന് ശേഷം നമ്മൾ വീണ്ടും ലിറ്റിൽ ഇന്ത്യയിൽ വന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ലെങ്കിൽ നമ്മൾക്ക് ഇതിന് ശേഷം വേണം നമുക്ക് മുസ്തഫയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോഴത്തേക്ക് തന്നെ 10:15 അതിന് ശേഷം നമ്മൾ മുസ്തഫയിൽ പോയി. ഗൈസ്, നമ്മളിപ്പോൾ മുസ്തഫയിലാണുള്ളത്. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത് തായ്ലാൻഡിൽ നിന്നുള്ള ഒരു ഇൻഹെയിലറാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് തലവേദന എടുക്കുന്ന സമയത്ത്, ഞാനിവിടെ എൻ്റെ വർക്കിൻ്റെ ഇടയിൽ പല ആൾക്കാരും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്താൽ നമ്മൾ തലവേദനയൊക്കെ അങ്ങ് പമ്പ കിടക്കും. അപ്പം അതാണ് സംഭവം. നമുക്ക് പാലട പായസത്തിൻ്റെ പല മിക്സസും ഉണ്ട്.
നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മുസ്തഫ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, എല്ലാവരും പൊതുവെ വാങ്ങുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവരും ബൾക്കായിട്ട് വന്നിട്ട് വാങ്ങുന്ന ഒരു സ്ഥലമാണെങ്കിലും എല്ലാം കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന കാണാറുണ്ട്. പിന്നെ ഷിപ്പിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകുന്നത്. നമുക്ക് വേണ്ട A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ ഇവിടെ. ലുക്കിംഗ് ഫോർ സം കംഫർട്ടർ. നമ്മൾ അതിൻ്റെ കുറച്ച് ഹോട്ട് വീൽസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് മുസ്തഫയിൽ വന്നാൽ ഇവർക്ക് എന്തായാലും ഇവിടെ സ്കൂട്ടർ നോക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടൂല. അങ്ങനെ നമ്മൾ ഈ ഒരു വൈറ്റ് സ്കൂട്ടർ നമ്മൾ വാങ്ങിച്ചു. ഇതൊരു ശരിക്കും പൂച്ച പോലെ ഇല്ലേ? ഓക്കെ, ഞങ്ങൾ കിങ്ങിണീനെ പോലെ ഉണ്ട്. നമ്മൾ കിങ്ങിണി വാവേനെ പോലെ ഉണ്ട്. കിങ്ങിണി മൂലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിൽ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.